അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ അത്യപൂർവമായ ഒരു പ്രതിസന്ധിക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വത്തിക്കാൻ തലവൻ മാർപ്പാപ്പ ലിയോ 14 തമ്മിലുള്ള വാഗ്വാദം കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമെന്നതിലുപരി ആഗോളതലത്തിൽ മതപരവും രാഷ്ട്രീയവുമായ വലിയൊരു ചേരിതിരിവിനാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഈ തർക്കത്തിലേക്ക് ഇറാൻ കൂടി ഔദ്യോഗികമായി ഇടപെട്ടതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അമേരിക്കയുടെ ഇറാൻ നയങ്ങളെ മാർപ്പാപ്പ വിമർശിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇതിന് മറുപടിയായി ട്രംപ് മാർപ്പാപ്പയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. സമാധാനത്തിനായുള്ള വത്തിക്കാന്റെ ആഹ്വാനങ്ങൾ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന രീതിയിലുള്ള നിലപാടാണ് വൈറ്റ് ഹൌസ് സ്വീകരിച്ചത്. ഇത് വത്തിക്കാനും വാഷിംഗ്ടണും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. ഈ തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ച ഒരു ചിത്രം വിവാദങ്ങൾക്ക് എണ്ണ പകർന്നു നൽകിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ട്രംപിനെ യേശു ക്രിസ്തുവിനോട് സാമ്യമുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ക്രിസ്തീയ വിശ്വാസികൾ പവിത്രമായി കരുതുന്ന യേശുവിന്റെ രൂപത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ട്രംപ് ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ച് ലോകമെമ്പാടുമുള്ള സഭാ നേതൃത്വങ്ങൾ രംഗത്തെത്തി. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ അപ്രതീക്ഷിത ഇടപെടൽ ഉണ്ടാകുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മാർപ്പാപ്പയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തി. ട്രംപിന്റെ നടപടികൾ കേവലം ഒരു രാഷ്ട്രീയ നീക്കമല്ലെന്നും മറിച്ച് യേശു ക്രിസ്തുവിനെ പരസ്യമായി അപമാനിക്കുന്നതിനും നിന്ദിക്കുന്നതിനും തുല്യമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞ അദ്ദേഹം ട്രംപിന്റെ പ്രവൃത്തി സാംസ്കാരികമായ അധംപതനമാണെന്ന് വിശേഷിപ്പിച്ചു. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പാശ്ചാത്യ ശക്തികളുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ഒരു രാജ്യം കത്തോലിക്ക സഭയുടെ തലവന് പിന്തുണയുമായി വരുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ ഇസ്ലാമോഫോബിക് നിലപാടുകൾക്കും ഇറാൻ വിരുദ്ധ നീക്കങ്ങൾക്കും മറുപടി നൽകാൻ ലഭിച്ച അവസരമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെയും യേശുവിനെയും തങ്ങൾ ബഹുമാനിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ പാശ്ചാത്യ ക്രൈസ്തവ സമൂഹത്തിന്റെ സഹതാപം നേടിയെടുക്കാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ട്രംപിന്റെ നടപടിയിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധം പുകയുകയാണ്. ഒരു രാഷ്ട്രത്തലവൻ തനിക്ക് ലഭിക്കേണ്ട രാഷ്ട്രീയ പരിവേഷത്തിനായി വിശുദ്ധ രൂപങ്ങളെ വികൃതമാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിവിധ സഭാവിഭാഗങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ട്രംപിന്റെ ഈ ക്രൈസ്റ്റ് ഇമേജ് അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കിയെങ്കിലും മിതവാദികളായ വോട്ടർമാരെ ഇത് അകറ്റാൻ സാധ്യതയുണ്ട്. വിമർശനങ്ങൾ കടുക്കുമ്പോഴും മാർപ്പാപ്പ ലിയോ 14 തികഞ്ഞ സംയമനമാണ് പാലിക്കുന്നത്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ രാഷ്ട്രീയ ആരോപണങ്ങളോ നേരിട്ട് ഏറ്റുപിടിക്കാൻ വത്തിക്കാൻ തയ്യാറായിട്ടില്ല. പകരം യുദ്ധങ്ങൾക്കെതിരെയും ആഗോള സമാധാനത്തിനായും നിലകൊള്ളുക എന്ന സഭയുടെ ദൗത്യം അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. ആഗോള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ സന്ദേശം സമാധാനത്തിന്റേതാണെന്നും അത് രാഷ്ട്രീയ ലാഭത്തിനായി വളച്ചൊടിക്കരുത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയുടെ പുതിയൊരു അധ്യായം കൂടിയാണിത്. സാധാരണഗതിയിൽ സാമ്പത്തിക ഉപരോധങ്ങളുടെയും സൈനിക നീക്കങ്ങളുടെയും പേരിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത് ആദ്യമായാണ് ഒരു മതപരമായ വിഷയം ഇത്രയും വലിയ നയതന്ത്ര പ്രതിസന്ധിയായി മാറുന്നത്. ട്രംപ് തന്റെ തീവ്ര ദേശീയവാദം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇറാൻ അതിനെ ലോക മതവിശ്വാസത്തോടുള്ള വെല്ലുവിളിയായി ചിത്രീകരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്ന ഈ സാഹചര്യത്തിൽ ഈ പുതിയ തർക്കം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ട്രംപിന്റെ ഏകാധിപത്യപരമായ ശൈലിയും മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ്. മറുവശത്ത് വത്തിക്കാനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഒരു സഹിഷ്ണുതയുള്ള രാഷ്ട്രമെന്ന പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ ഇറാനും ശ്രമിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എപ്രകാരം തെറ്റായ പ്രചാരണങ്ങൾക്കും മതനിന്ദയ്ക്കും ഉപയോഗിക്കപ്പെടാമെന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറിക്കഴിഞ്ഞു. ട്രംപ് പങ്കുവച്ച AI ചിത്രം ഒരു സാംസ്കാരിക യുദ്ധത്തിന്റെ തുടക്കമായി പലരും കാണുന്നു. യഥാർത്ഥവും വ്യാജവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസികളെ സ്വാധീനിക്കാൻ ഇത്തരം വിദ്യകൾ എത്രത്തോളം അപകടകരമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തർക്കം തുടരുമ്പോഴും ലിയോ 14 മാർപ്പാപ്പ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അധികാരത്തോടുള്ള അത്യാഗ്രഹമല്ല, മറിച്ച് മാനവികതയോടുള്ള പ്രതിബദ്ധതയാണ് തനിക്ക് വലുതെന്ന് അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിലൂടെ ലോകത്തോട് പറയുന്നു.
ഇതോടെ ലോക രാഷ്ട്രീയത്തിലെ വൻ ശക്തികളും ആത്മീയ നേതൃത്വവും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിന്റെ അനന്തരഫലങ്ങൾ വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളിലും നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. ട്രംപിന്റെ പരുക്കൻ രാഷ്ട്രീയ ശൈലിയും ഇറാന്റെ നയതന്ത്രപരമായ നീക്കങ്ങളും വത്തിക്കാന്റെ സമാധാന സന്ദേശവും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി ആഗോള രാഷ്ട്രീയത്തിലെ അപൂർവമായ ഒരു സന്ധിയാണ്. മതം, രാഷ്ട്രീയം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നിവ ഒരുപോലെ ഇഴചേർന്ന ഈ തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറക്കും.